എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഡയബറ്റിസ് എന്നാണ് ജനറൽ ആയിട്ട് ഓരോ ക്ലിനിക്കുകളും ഒക്കെ പറയുന്നത്. അവർ പറയുന്നത് ഡയബറ്റിസ് ഇസ് എ ഡിസീസ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ഇൻസുലിൻ ഇൻസഫിഷ്യൻസി എന്നാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസും ഇൻസുലിൻ ഇൻസഫിഷ്യൻസി. എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസുലിനാണ് നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കും ഡയബറ്റിസ്. ഇൻസുലിനാണ് നമ്മുടെ ബ്ലഡിലേക്ക് വരുന്ന ഗ്ലൂക്കോസിനെ, ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ബ്ലഡിലേക്ക് വരുന്ന ഗ്ലൂക്കോസിനെ ഓരോ സെല്ലുകൾക്കകത്തേക്കും കയറ്റി വിടുന്ന ആള് ഇൻസുലിനാണ്. എങ്ങനെ? ഇൻസുലിൻ ഇതിനെ കൊണ്ടുചെന്ന് ഓരോ സെല്ലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിന്റെ കൂടെ ഇൻസുലിൻ ചെല്ലുമ്പോൾ സെല്ലിനകത്തുള്ള പ്രോട്ടീൻസ് ഈ ഇൻസുലിൻ കൊണ്ടുവന്ന ഗ്ലൂക്കോസിനെ അകത്തേക്ക് കയറ്റും. സെല്ലിന് ഒരു പ്രതിരോധമായിട്ടൊരു വോളുണ്ട്. ഇൻസുലിനെ നമുക്കൊരു സ്വിഗ്ഗി ഡെലിവറി ബോയ് പോലെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ ഈ ഷുഗർ കൊണ്ടുവന്നതിനെ അകത്തേക്ക് എടുക്കും. പക്ഷെ ചില സമയത്ത് ചില ആളുകളിൽ ഈ സെൽസ് എല്ലാം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആകും. അതായത് ഈ ഷുഗറിനെ അകത്തോട്ട് എടുക്കേണ്ട ആ പർട്ടിക്കുലർ എൻസൈമോ കെമിക്കലോ ആ സാധനങ്ങള് ഇൻസുലിൻ വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇൻസുലിൻ വന്ന് ഗ്ലൂക്കോസുമായിട്ട് വന്നാൽ അത് റെസ്പോണ്ട് ചെയ്യത്തില്ല, ഷുഗറിനെ അകത്തേക്ക് എടുക്കുന്നില്ല. അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ടിരിക്കും. ബ്ലഡ് ഷുഗർ ഹൈ ആകുമ്പോൾ എന്താണ് നടക്കുന്നത്? ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിനെ റിലീസ് ചെയ്യും. ആ ഇൻസുലിനെ റിലീസ് ചെയ്തിട്ടും ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ടിരിക്കുമ്പോൾ പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കൂടുതൽ ഇൻസുലിൻ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്ത് പാൻക്രിയാസ് ഡാമേജ്ഡ് ആകും എന്ന് പറയുന്നു. പാൻക്രിയാസ് അവസാനം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറഞ്ഞു വന്ന് ആ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെവൽ ഓഫ് ഇൻസുലിൻ നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ബോഡിക്ക് ഷുഗറിനെ ബാലൻസ് ചെയ്യാനുള്ള സഫിഷ്യന്റ് വോള്യൂം അല്ലാത്തത് കൊണ്ട് ഇൻസുലിൻ ഇൻസഫിഷ്യൻസി വരുന്നു. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നതിന്റെ കാരണങ്ങൾ നമ്മൾക്ക് നോക്കണം. ഇൻസുലിൻ ഇൻസഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥ അല്ല. നോർമൽ പേഴ്സണ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാക്കിയാൽ പോലും ഒരു ഡയബറ്റിക്കിന് അത് ഇൻസഫിഷ്യന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ തരുന്നത്. ആ ഇൻസുലിൻ കൊണ്ടൊന്നും ബോഡി ഷുഗറിനെ അബ്സോർബ് ചെയ്യാൻ ഒക്കുന്നില്ല, അതിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ലെവൽ കൊണ്ട്. അപ്പോൾ ഒരാൾ ഡയബറ്റിക് ആകുന്നതിന് മുമ്പേ തന്നെ അയാൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആകും. ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റന്റ് സെൽസ് ഈ ഷുഗർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ഉണ്ടാക്കുന്നത് കൊണ്ട് ഷുഗർ താന്നു നിൽക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗറും നമ്മുടെ HbA1c ഒക്കെ നോർമലാണ്. ഒരു ഡയബറ്റിക്കിനേക്കാളും താന്നാണ്, നമുക്കൊരു നോൺ ഡയബറ്റിക് റേഞ്ചിൽ നിൽക്കും. പക്ഷേ നമ്മുടെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫാസ്റ്റിംഗ് ഇൻസുലിൻ്റെ ലെവല് നോക്കിയാൽ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ നോക്കിയാൽ അത് ഹൈ ആണെങ്കിൽ നമ്മൾ ഡയബറ്റിക് അല്ല, ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കുമ്പോൾ ഹൈ ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾക്ക് ഡയബറ്റിസ് വരാതിരിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവല്, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ, ഇത് രണ്ടും എടുത്തിട്ട് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഡയബറ്റിക് എന്നും പ്രീ ഡയബറ്റിക് എന്നും ഒക്കെ പറഞ്ഞ റേഞ്ചസ് ഒന്നും എത്തുന്നതിന് മുമ്പേ ബോഡി ഇൻസുലിൻ റെസിസ്റ്റന്റ് ആകും. ആ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആക്ഷൻ എടുത്താൽ ഡയബറ്റിക് ആകാതെ ഇരിക്കാൻ നമ്മൾക്ക് എല്ലാ ചാൻസസും ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള കാരണം പലതാണ്. ഫാറ്റാണ് ഒരു കാര്യം. വിസറൽ ഫാറ്റ് നമ്മുടെ ബോഡി ഫാറ്റ് ആകുന്നതിൻ്റെ ഒരു കാര്യം. ലോസ് ഓഫ് മസിൽ ഇല്ലാത്തത് വേറൊരു കാര്യം. ഇത് ഓരോ കാര്യവും ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത വീഡിയോയിൽ. എങ്ങനെയാണ് ബോഡി ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, എന്താണ് മസിൽ ഇല്ലാത്തതിൻ്റെ കാരണം. പിന്നെ ഡയറ്റ് ഒരു പ്രധാന കാരണം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈല് വേറൊരു കാരണം,
പിന്നീട് സ്ട്രെസ്, കോർട്ടിസോൾ, ഹൈ കോർട്ടിസോൾ ഒരു കാരണം. ചില ഹോർമോൺസിന്റെ അസന്തുലിതാവസ്ഥ, ഫോർ എക്സാമ്പിൾ തൈറോയിഡ്, ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് ഹോർമോൺ കുറവായിട്ടുള്ളത് ഒരു കാരണം. ഇങ്ങനെ വിവിധ കാരണങ്ങളുണ്ട്. അപ്പൊ ഓരോ കാരണങ്ങളായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ഈച്ച് കാരണം, ഈച്ച് കോസ് എന്താണെന്ന് നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കി. ചിലതൊക്കെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാം, ചിലതൊക്കെ കൊണ്ടുവരാൻ പറ്റുകയില്ല. നമ്മൾക്ക് അതുകൊണ്ട് 100% ഡയബറ്റിക് ആയിരുന്ന ഒരാൾക്ക് 100% ഡയബറ്റിസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ കുറച്ചു കാലം ഡയബറ്റിക് ആയിരുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഇതുപോലെ പ്രീ ഡയബറ്റിസിലുള്ള ആൾക്കോ അതോ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകൾക്കോ ചില സ്റ്റെപ്സ് കൊണ്ട് ഡയബറ്റിസ് പുറകോട്ട് കൊണ്ടുവരാം, മരുന്നില്ലാത്ത അവസ്ഥയിൽ കൊണ്ടുവരാം, ചിലപ്പോൾ ഡയബറ്റിക് ആകാതിരിക്കാനുള്ള അവസ്ഥയിൽ കൊണ്ടുവരാം. അപ്പൊ അതിന് നമ്മൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ കോസസ് മനസ്സിലാക്കി ആ കോസസ് നമ്മളെ അഡ്രസ് ചെയ്യണം. അപ്പോൾ ഓരോ കോസായിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. ഇപ്പോൾ വളരെ ഞാൻ ഒരു ലേ ഔട്ട് എനിക്കും മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. നന്ദി, നമസ്കാരം. പിന്നെ ലോങ് ഡയബറ്റിക്സിന് അവരുടെ മരുന്നുകൾ കുറയ്ക്കാനും അവരുടെ സൈഡ് ഇഫക്ട്സ് കുറയ്ക്കാനും റേറ്റ് ഓഫ് പ്രോഗ്രഷൻ കുറയ്ക്കാനും ഒക്കെ ഈ സ്റ്റെപ്സ് കൊണ്ട് സാധിക്കും. നന്ദി, നമസ്കാരം.